ഹായ് കൂട്ടുകാരെ, മരിച്ച് 40 ആകുമ്പോഴത്തേക്കും നമ്മളൊരു 41 കഴിക്കും. അതാണ് ഇന്നത്തെ ഈ ഇത് കേട്ടോ. മരിച്ചിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടനാണ് 41 ഞങ്ങൾ കഴിക്കുന്നതാണ്. അവിടെ ഞങ്ങൾ പോയിരുന്നു. എൻ്റെ ആ ചേട്ടനാണ്. അപ്പോൾ ആ മരണം കഴിഞ്ഞു. 30-35 ദിവസം കണ്ടായി. അപ്പം 41 കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് കഴിക്കില്ല. അങ്ങനെയല്ല, 41-ന് മുമ്പേ ഞങ്ങളത് ഒരു 10-30-35 ആകുമ്പോൾ 35-36-37 ആകുമ്പോൾ ഞങ്ങളത് കഴിക്കും. ആ ഒരു പ്രാർത്ഥനയാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. നീതിമാന്മാരായ വിശ്വാസികളിലും പ്രസിദ്ധരായ പൂർവ്വപിതാക്കന്മാരിലും അത്യന്തം സന്തുഷ്ടനായ അവരെ ആശീർവദിച്ച ദൈവമേ, ഈ ഭവനത്തിൽ വസിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഇവിടെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോയവർക്ക് നിത്യാനന്ദം കൽപ്പിച്ചരണമേ. പൂർവ്വപിതാവായ അബ്രാഹത്തിന്റെയും നീതിമാനായ ജോബിന്റെയും ഭവനങ്ങൾ പോലെ ഇത് ഐശ്വര്യപൂർണ്ണമായി തീരട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. അനാദിയായ ഉന്നതനായ രാജാവേ, അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. അങ്ങ് ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മക്കബായക്കാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. യുദ്ധത്തിൽ മരിച്ചവരുടെ ശരീരങ്ങളെടുത്ത് അവരുടെ ചാർച്ചക്കാരെ അടക്കിയിരിക്കുന്ന കല്ലറകളിൽ തന്നെ സംസ്കരിക്കുവാൻ വേണ്ടി മക്കബായക്കാർ പിറ്റേ ദിവസം യൂദാസിന്റെ പക്കലേക്ക് ചെന്നു. എന്നാൽ വധിക്കപ്പെട്ടവരുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ ജമനിയായിലെ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട ബലിവസ്തുക്കൾ അവർ കണ്ടെത്തി. അങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുക യഹൂദ നിയമപ്രകാരം കുറ്റകരമായിരുന്നു. അങ്ങനെ ഒരു കുറ്റം ചെയ്തതുകൊണ്ടാണ് അവർ വധിക്കപ്പെട്ടതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. നിഗൂഢ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നീതിമാനായ ദൈവത്തെ അവരെല്ലാവരും സ്തുതിച്ചു. അനന്തരം യുദ്ധത്തിൽ മരിച്ചവരുടെ പാപങ്ങൾക്ക് പൊറുതി കൊടുക്കണമേ എന്നവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നീട് യുദ്ധവീരനായ യൂദാസ് ഉപദേശരൂപത്തിൽ അവരോട് ഇങ്ങനെ പറഞ്ഞു: ഇവരുടെ പാപം മൂലം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞു. അതിനാൽ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. അതിനുശേഷം അദ്ദേഹം ഒരു പണപ്പിരിവ് നടത്തി 12,000 ദിരാഗ്മ പിരിഞ്ഞു കിട്ടി. മരിച്ചവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലി അർപ്പിക്കുവാൻ അസംഖ്യ അദ്ദേഹം ജെറുസലത്തേക്ക് അയച്ചു കൊടുത്തു. ഉത്ഥാനത്തിനുള്ള പ്രതീക്ഷയാണ് അത് ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. മരിച്ചവർ വീണ്ടും ഉയർക്കുമെന്ന പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യർത്ഥവും നഷ്ടവുമായി അദ്ദേഹം കരുതുമായിരുന്നു. ഈശോയോട് ചെയ്തു: എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഞാൻ വിധിയാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവ് അധികാരവും അവിടുന്ന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും മനതാപത്തോടും ഭക്തിയോടെ കൂടെ നിന്ന് മരിച്ചുപോയ നമ്മുടെ പിതാവിന്റെ ആത്മാവിനെ നിത്യഭാഗ്യം കൽപ്പിച്ചരുളുവാൻ ദൈവത്തോട് പ്രാർത്ഥന ഇയാളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞാൻ രക്ഷിക്കുകയും ചെയ്ത ദൈവമേ, ശിക്ഷകളിൽ നിന്നെല്ലാം മോചനം നൽകി ഈ ആളിന്റെ ആത്മാവിനെ സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണത്തിൽ നീ പുനരുദ്ധാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടുന്നേ. മരണത്തിൽ നീ പുനരുദ്ധാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടുന്നേ. ഒഴുകി വരുന്നു മാനവഗാനം, കൂടിയിൽ നിന്നും
മൃതനോ നിത്യവിരുന്നിൽ ഉലരി വരുന്നു. മനുജനു ജന്മം നൽകിയ ഞങ്ങളെ കാരണപുറം പാർക്കണമേ. ഞങ്ങൾ പ്രാർത്ഥന സ്വീകരിച്ച് അയാൾക്ക് മോചനം നൽകുകയും അയാളുടെ ബന്ധുമിത്രാദികളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഈ തിരുക്കരങ്ങളെ സംബന്ധിച്ച് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സ്വന്തമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് വിശ്വസിക്കാട് കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഇത് അവർക്ക് നോമ്പ് മുറിക്കുന്ന ഒരു സമയമാണ്. മൂത്ത മകൻ മേടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. കരിക്കും വെള്ളമാണ്. ഇതാണ് നോമ്പ് മുറി. അവരുടെ നോയമ്പ് അവർ മുറിച്ചു. ഇന്ന് അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അവർ ഭക്ഷണം, ഇറച്ചി, മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല. സസ്യാഹാരങ്ങൾ കഴിക്കില്ല. പുരുഷന്മാർ മുടി വെട്ടുകയോ താടി വടിക്കുകയോ അങ്ങനെയുള്ളതൊന്നും ചെയ്യില്ല. അതാണ് പഴയ ആചാരം. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. താടിയൊക്കെ ഓടിക്കും, പക്ഷേ ഭക്ഷണത്തിനോടൊക്കെ മാറ്റം വരുത്തും. അങ്ങനെയാണ് ഇപ്പോഴത്തെ പരിപാടി. നേർച്ചയിടുകയാണ്. ഈ നേർച്ച പൈസ ഞങ്ങൾ ചാരിറ്റിക്കായിട്ടാണ് ഉപയോഗിക്കുക. ഈ പൈസ ഒരിക്കലും ഒരു കുടുംബക്കാരുടെ ഇതിലോ അങ്ങനെയുള്ള ഒരാവശ്യത്തിനും നമ്മൾ ഉപയോഗിക്കില്ല. രോഗികളായിട്ടുള്ളവരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് ഈ പൈസ അതിനകത്ത് പൈസ കൊടുക്കുന്നത് അവർക്കായിട്ടാണ്. ചാരിറ്റിക്ക് കൊടുക്കും. ഞങ്ങൾ ഒരിക്കലും ഇത് ഉപയോഗിക്കില്ല. പൈസ സ്വന്തക്കാർ എല്ലാവരോടും, ആ വീട്ടിലുള്ളവരോടും പുറമേ ഉള്ളവരോടും എല്ലാവരും ചെയ്യും. അങ്ങനെയാണ്. ഇനിയാണ് അവരെ ആ കുടുംബത്തിലുള്ള അംഗങ്ങൾ കേട്ടോ. അവർ ഭക്ഷണം കഴിക്കുന്ന ദിവസം മര്യാദയ്ക്ക് ഇറച്ചി, മീൻ എല്ലാം ഭക്ഷണം കഴിക്കാൻ. അപ്പം മരിച്ചാൽ